Hi friends, now we are passing to steel structures. Okay, steel structures. What is meant by steel structure? A structure purely made up of steel. Okay, like steel bridges, trusses are there. Steel columns are provided. Steel beams will be provided. So these are all steel structures. What are the advantages of steel structures? Advantages: high strength per unit mass. Per unit mass നമുക്ക് high strength കിട്ടും when compared to concrete. Assured quality and high durability. Speedy construction is possible. നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് പോകാവുന്ന മെമ്പേഴ്സ് കണക്ട് ചെയ്ത് പോകാവുന്നതുകൊണ്ട് വി ക്യാൻ സ്പീഡി കൺസ്ട്രക്ഷൻ ഇസ് പോസിബിൾ. ഇപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് സമയമെടുക്കും. ക്യൂറിംഗ് പീരീഡ് ഉണ്ട്, അതിൻ്റെ കോമ്പാക്ഷൻ, കുറേ പ്രോസസ്സ് കടന്നാണ് കോൺക്രീറ്റ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്റ്റീല് വി ക്യാൻ ഈസിലി കംപ്ലീറ്റ് ദ കൺസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ ക്യാൻ ബി സ്ട്രെങ്തൻ അറ്റ് എനി ടൈം ഇഫ് നെസറി. നമുക്ക് ആവശ്യമുള്ള എപ്പോൾ വേണമെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാം. അതാണ് അടുത്ത അഡ്വാൻറ്റേജ് സ്റ്റീലിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം, എന്താ പറയാ, പ്രീഫാബ്രിക്കേറ്റഡ് മെമ്പേഴ്സ് can be easily constructed. പ്രീഫാബ്രിക്കേറ്റഡ് മെമ്പേഴ്സ് നമുക്ക് ഈസിലി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും സ്റ്റീൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റീല് ആണെങ്കിൽ പ്രീഫാബ്രിക്കേറ്റഡ് മെമ്പേഴ്സ് പെട്ടെന്ന് ദെൻ ക്യാൻ ഈസിലി ബി ട്രാൻസ്പോർട്ടഡ്. നമുക്ക് എളുപ്പമാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ. ക്യാൻ ഈസിലി ബി ട്രാൻസ്പോർട്ടഡ്. ഇത്രയാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് വരിക. ഓക്കെ, these are all the advantages of steel structures. Okay, now we are moving to disadvantages. And the prime disadvantage of steel ഏതാണ്? The prime disadvantage of steel is that it is prone to corrosion. So subjected to corrosion. അതാണ് ഫസ്റ്റ് വൺ. ദെൻ മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ഹൈ. മെയിൻ്റനൻസ് കോസ്റ്റ് ഹൈ ആണ്. നമുക്കത് കാരണം നമുക്ക് എപ്പോഴും അത് നോക്കണം. എന്താണെന്നറിയോ, നമുക്ക് സ്റ്റീലാകുമ്പോൾ കണക്ഷൻസ് വരുന്നുണ്ട്. ബോൾട്ടും വെൽഡ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യും. ഈ കണക്ഷൻസ് എപ്പോൾ വേണമെങ്കിലും ലൂസൻഡ് ആവാം. അപ്പം നമുക്ക് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം കണക്ഷൻസ് പ്രോപ്പറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ലൂസൻ ആയിട്ടുണ്ടോ. ഈ വൈബ്രേഷൻസ് ഒക്കെ വരും, ഫോഴ്സ് വരുമ്പോൾ വൈബ്രേഷൻസ് വരും, ലോഡ് വരുമ്പോൾ. സോ അപ്പോൾ ഈ ബോൾട്ടൊക്കെ നമുക്ക് ലൂസായി പോവാം. അപ്പോൾ എപ്പോഴും നമ്മൾ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ദെൻ റിക്വയർസ് സ്കിൽഡ് ലേബർ. ഫോർ എറക്ഷൻ ടൈമിലൊക്കെ നമുക്ക് സ്കിൽഡ് ലേബർ വേണം. Then and the last one, less fire resistance. Fire resistance when compared to concrete is less for steel. So it is subjected to corrosion. Secondly, maintenance cost is very high, requires skilled labor, and lastly, less fire resistance. These are all the disadvantages of steel structures. But even though there are this much disadvantages, it is adopted for load bearing structures because of its high strength per unit mass. And the high value of modulus of elasticity when compared to concrete. Okay, we know that the modulus of elasticity of steel E equal to 2 into 10 raised to 5. Okay, these are the disadvantages. Now we are moving to the properties of steel. E equal to, we know, Young's modulus E equal to, നമുക്കറിയാം Young's modulus E equal to E denoted by E, capital E equal to 2 into 10 power 5 Newton per mm square. 2 into 10 power 5 Newton per mm square is the Young's modulus of steel. Okay, now mu, that is the Poisson's ratio. Mu equal to
0.3 for steel, 0.3. Density or unit to mass equal to 7,850 kilogram per m cube. 7,850 kilogram per m cube. 7,850 kilogram per m cube. Now, അടുത്ത വാല്യൂ ഉണ്ട്. ഇത് നമുക്കറിയാം യങ്സ് മോഡുലസ് ഈക്വൽ ടു ദെൻ പോയിസൺസ് റേഷ്യോ mu equal to 0.3 ആൻഡ് ഡെൻസിറ്റി ഓർ യൂണിറ്റ് മാസ് 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, നൗ തീർന്നിട്ടില്ല. നമുക്ക് ഇനി വരുന്നത് ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് G, CG or N equal to 0.6769 into 10 raised to 5 Newton per mm square. ഇതാണ് നമ്മുടെ ഷിയർ മോഡുലസിന്റെ വാല്യൂ. 0.769 into 10 raised to 5 Newton per mm square. And the coefficient of temperature അല്ലെങ്കിൽ thermal coefficient എന്ന് പറയാം. That is thermal coefficient alpha equal to 12 into 10 raised to minus 6 per degree Celsius. Thermal coefficient alpha equal to 12 into 10 raised to minus 6 per degree Celsius. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ സ്റ്റീലും കോൺക്രീറ്റും കൂടി ചേർന്ന് എന്തുകൊണ്ടാണ് നമ്മളൊരു ഒത്തൊരുമയിൽ കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ്? സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും തെർമൽ കോഫിഷ്യന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെ 12 into 10 raised to 6 ആണെങ്കിൽ അത് 10 into 10 raised to minus 6 ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലിനെയും കോൺക്രീറ്റിനെയും എപ്പോഴും ക്ലബ്ബ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാം the thermal coefficient of steel is almost similar to that of concrete. That is why we are making composite structures, either reinforced or composite structures with the steel and concrete. Okay. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റീലിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ദ വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ. താങ്ക് യു.